അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തിരൂര് നേർച്ചയ്ക്ക് വന്ന ആന ഇടഞ്ഞ സംഭവമാണ് നിങ്ങൾ കണ്ടത്. വളരെയധികം വേദനയും ദുഃഖവും അതിലേറെ പ്രതിഷേധവും രേഖപ്പെടുത്താവുന്ന ഒരു ഇൻസിഡൻ്റായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുറേ കാലമായി ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും പേരിൽ നേർച്ച എന്ന പേരിൽ നടത്തപ്പെടുന്ന ഉത്സവങ്ങൾ മഹാന്മാരായ വലിയ മഹാന്മാരായ ഔലിയാക്കളുടെ മക്ബറകളിൽ വെച്ച് നടത്തപ്പെടുന്ന ഇത്തരം പേക്കൂത്തുകൾ എന്നേ നിർത്തേണ്ടതായിരുന്നു. അതിന് മുൻകൈയെടുക്കേണ്ട ആളുകൾ അവരുടെ ഉത്തരവാദിത്തം മറന്നുകൊണ്ട് മാറി നിന്നതിൻ്റെ പരിണിത ഫലമാണ് ഇത്തരം നേർച്ച ഉത്സവങ്ങളിൽ അല്ലെങ്കിൽ ഉത്സവ നേർച്ചകളിൽ നേർച്ച എന്ന പ്രയോഗം അതിന് തന്നെ പറയുന്നത് ശരിയല്ല. കാരണം ഇത്തരം മഹാന്മാരുടെ മക്ബറുകളിൽ വെച്ച് നടത്തപ്പെടുന്ന ഈ ഉത്സവങ്ങൾക്ക് ഇസ്ലാമിനോ മുസ്ലിങ്ങൾക്കോ യാതൊരു ബന്ധവുമില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മഹാന്മാരുടെ ഗുരുത്തക്കേടാണ് അവിടെ സംഭവിച്ചത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇങ്ങനെ നേർച്ചപ്പൂരങ്ങൾ, ഈ നേർച്ചപ്പൂരങ്ങൾ കാണിച്ചുകൊണ്ട് അതിൻ്റെ ക്ലിപ്പൊക്കെ കാണിച്ചുകൊണ്ട് നമ്മുടെ മുജാഹിദുകൾ വഹാബികളൊക്കെ കുറച്ചു കാലം മുമ്പൊക്കെ സുന്നികളെ അതുപോലെ അവരെ അനുയായികളെയും പൊതുജനങ്ങളൊക്കെ പറ്റിച്ചിരുന്നു. പിന്നീട് അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സുന്നി പണ്ഡിതന്മാർക്ക് സാധിക്കുകയുണ്ടായി. വേറെ അതിൻ്റെ എതിർ ക്ലിപ്പുകൾ കാണിച്ചുകൊണ്ട് ഇവർ ജനങ്ങളെ പറ്റിക്കുകയാണ്. ഇങ്ങനെ കൊണ്ടോട്ട് നേർച്ച, അതുപോലെ തന്നെ പട്ടാമ്പി നേർച്ച, അതുപോലെ തന്നെ തിരൂർ നേർച്ച പോലെയുള്ള നേർച്ചകൾ എന്ന പേരിൽ നടത്തപ്പെടുന്ന പേക്കൂത്തുകൾ, ഉത്സവങ്ങൾ, അതുമായി മുസ്ലിങ്ങൾക്കോ ഇസ്ലാമിനോ യാതൊരു ബന്ധവുമില്ല. അത്തരം നേർച്ചകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന പൂരങ്ങൾ അല്ലെങ്കിൽ ഉത്സവങ്ങൾ, ആ ഉത്സവങ്ങളുടെ കമ്മിറ്റികളിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ഉള്ളത്, ഇതര മതസ്ഥർ പോലുമുണ്ട്. അതുകൊണ്ട് അത് ആലിമീങ്ങളോ ഉമറാക്കളോ വേണ്ടപ്പെട്ട ഇസ്ലാമിൻ്റെ വക്താക്കളോ നേതൃത്വം നൽകി നടത്തുന്ന അല്ലെങ്കിൽ അറിവുള്ള അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആലിമകളുടെ സമ്മതത്തോടു കൂടി നടത്തുന്ന നേർച്ചകളല്ലത്. ഇപ്പം മമ്പുറത്തെ നേർച്ച, പുത്തൻപള്ളിയിലെ നേർച്ച, അങ്ങനെ നമ്മുടെ വീടുകളിലൊക്കെ നടക്കുന്ന നേർച്ചകളുണ്ട്. അത് ഇസ്ലാമിക വിധിവിലക്കുകൾക്ക് അംഗീകൃതമായി ആ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് നടത്തുന്ന നേർച്ചകളാണ്. അവിടെ എന്താ സാധാരണ നടക്കാറുള്ളത്? വിശുദ്ധ ഖുർആൻ പാരായണം, അതുപോലെ അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ചുള്ള നല്ല അറിവുകൾ പറഞ്ഞു കൊടുക്കുക, ഖുർആൻ പാരായണം, ഖത്മു ദുആ, അതുപോലെ തന്നെ വിശുദ്ധ ഹദീസുകളുടെ പാരായണം, സ്വലാത്തുകൾ, ദിക്ർ മജ്ലിസുകൾ, ഇതൊക്കെയാണ് അവിടെ നടക്കുക. പ്രഭാഷണങ്ങൾ, നല്ല നല്ല പ്രഭാഷണങ്ങൾ, അന്നദാനം, പാവങ്ങളെ സഹായിക്കുക, ചാരിറ്റി പ്രവർത്തനം, ഇതൊക്കെയാണ് നേർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ അവിടെ അന്തിയുറങ്ങുന്ന മഹാനുഭാവൻ്റെ ആണ്ടു നേർച്ചയാണത്, ആണ്ടനുസ്മൃതിയാണ്. ഒരു കൊല്ലം കഴിഞ്ഞു, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പുണ്യപ്രവർത്തനങ്ങളാണ് അവിടെ നടക്കുക. അതല്ലേ അവിടെ ഓർക്കപ്പെടേണ്ടത്. ആ മഹാനെ ഓർക്കേണ്ടത് ആ മഹാൻ ജീവിതകാലത്ത് ചെയ്തതൊക്കെ നന്മകളാണ്, ചാരിറ്റി പ്രവർത്തനങ്ങളാണ്. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും നന്മകളെ കൊണ്ട് സമ്പന്നമാക്കിയ ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരിക്കും ഇവിടുത്തെ മഹാന്മാരൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരുടെ ജീവിതം അവരെ അയവിറക്കേണ്ടത്, അവരെ അനുസ്മരിക്കേണ്ടത് അവർ ചെയ്ത പോലെയുള്ള നന്മകൾ നമ്മളും ചെയ്തുകൊണ്ടാണ്. അല്ലാതെ ആനകളെ കൊടുന്ന് നിരത്തിയാണ്ടല്ല. അത് മറ്റു ചില സമുദായങ്ങളുടെ ഉത്സവങ്ങളുടെ പ്രതീകങ്ങളാണ്. അത് അവർക്ക് വിട്ടുകൊടുക്കാം, അത് അവർക്ക് അനുവദനീയമായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ആചാരത്തിൻ്റെ രീതിയും മര്യാദയും അങ്ങനെയായിരിക്കാം. അതിനെ നമ്മൾ വിമർശിക്കേണ്ടതില്ല. അത് അവരുടെ ആചാരപ്രകാരം അവരുടെ മതചടങ്ങുകൾക്കനുസരിച്ച് അത് നിയമപരമായി നടത്തുമ്പോൾ അതിന് കുഴപ്പമുണ്ടാവില്ല. എന്നാൽ അത് കണ്ടുകൊണ്ട് അതിനെ അനുകരിച്ചുകൊണ്ട് മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? മൻ ശബ്ബഹ ബി ഖൗമിൻ ഫഹുവ മിൻഹും എന്നല്ലേ പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? മൻ തശബ്ബഹ ബി ഖൗമിൻ ഫഹുവ മിൻഹും എന്നാണ്. ഏതൊരു ആചാരത്തോട് തുല്യമായി കഴിഞ്ഞാൽ, ഏതൊരു ആചാരത്തോട് തൻ്റെ ആചാരം യോജിക്കുന്നുണ്ടോ എങ്കിൽ അവനിൽപ്പെട്ടവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആചാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിന്നെ അവൻ്റെ ജീവിതം. അല്ലെങ്കിൽ ആ ആചാരത്തോട് അവൻ്റെ ചര്യകളെ ചേർക്കപ്പെടും. അവൻ ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് സാരം. അപ്പോൾ ഒരിക്കലും ഒരു മുസ്ലിമിന്, ഒരു ഈമാനുള്ള മനുഷ്യന് യോജിച്ചതല്ല ഇത്തരം പ്രവർത്തനങ്ങൾ. ഇസ്ലാമിൻ്റെ പേരിൽ ഒരിക്കലും ഇത് കെട്ടിവെക്കാൻ പാടില്ല, മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെക്കാൻ പാടില്ല എന്ന് വളരെ ഔദ്യോഗികമായി പറയുകയാണ്.
ഇത്തരം നേർച്ചകൾ ആഭാസങ്ങൾ പേര് നടത്തപ്പെടുന്നത്. എന്നിട്ട് അവിടെ കൊമ്പും വിളിയും കുഴലോത്തും കരിമരുന്ന് പ്രയോഗങ്ങളും പടക്കങ്ങളുമൊക്കെ പൊട്ടിച്ച് കദീനകളുമൊക്കെ പൊട്ടിച്ച് ആനകളെ നിർത്തി അവിടെ കൊട്ടും പാട്ടുമൊക്കെ നടത്തുന്നത് ഏത് കിതാബിലാണുള്ളത്? ഏത് ഖുർആനിലാണുള്ളത്? ഒരിക്കലും മുസ്ലിങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈമാനുള്ള മനുഷ്യർ, ആണായാലും പെണ്ണായാലും കുട്ടികളായാലും വലിയവരായാലും അങ്ങോട്ട് പോകാൻ പാടില്ല എന്നാണ് വിനയത്തോടു കൂടി എനിക്ക് പറയാനുള്ളത്. എൻ്റെ ഈ ക്ലിപ്പ് കേൾക്കുന്ന എല്ലാവരും ഇത് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണം. ഈ നന്മ എല്ലാവരും അറിയട്ടെ. ഒരിക്കലും അങ്ങനത്തെ സ്ഥലത്തേക്ക് നമ്മൾ പോകാൻ പാടില്ല. അവിടെ നിന്ന് മിഠായി വാങ്ങാൻ പോലും പർച്ചേസ് ചെയ്യാൻ പോലും അവർക്ക് പോകാൻ പാടില്ല. നാടിൻ്റെ ഉത്സവങ്ങളൊക്കെ ആയിട്ട് അറിയപ്പെട്ടാണ് ചിലതൊക്കെ നടത്തുന്നത്. അതൊന്നും പടച്ചവൻ്റെ മുമ്പിൽ നമുക്ക് പറയാൻ പറ്റില്ല. അള്ളാഹുവിനോട് നല്ലോണം നമ്മൾ സമാധാനം പറയേണ്ടി വരും, ഉറപ്പാണ്. നാടിൻ്റെ ഉത്സവമായാലും പാടില്ല, നാടിൻ്റെ ആഘോഷമായാലും പാടില്ല, അതിൻ്റെ പേരൊന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാൻ പാടില്ല. ഒരു മുട്ടായി പോലും വാങ്ങാൻ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാൻ പാടില്ല. കാരണം അതിനെ ആ ആചാരത്തെ നമ്മൾ സഹായിക്കലാണ്. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലത്ത് അതിനെ പ്രോത്സാഹിപ്പിക്കലാണ്. ആ കുറ്റത്തിലൊരു പങ്ക് നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഈ ലോകത്തു നിന്ന് തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും, പരലോകത്തു നിന്ന് ഏതായാലും അനുഭവിക്കേണ്ടി വരും. ഇതിനെതിരെ മൗനം പാലിക്കുന്ന ആരൊക്കെ ഉണ്ടോ ഇസ്ലാമിൻ്റെ ലേബിൽ പ്രവർത്തിക്കുന്ന അവരൊക്കെ സമാധാനം പറയേണ്ടി വരും. ആ നാടുമായി ബന്ധപ്പെട്ട അർഹതയുള്ള പണ്ഡിതന്മാരും ഉമറാക്കളും ഒക്കെ ഇതിനെതിരെ വളരെയധികം ലീഗലായിട്ട് തന്നെ, ഇല്ലീഗലായിട്ടല്ല പറഞ്ഞത്, ലീഗലായിട്ട് തന്നെ ഇസ്ലാമിൻ്റെ അണ്ടറിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കണം, ഇതിനെതിരെ പ്രതികരിക്കണം. പ്രഭാഷണങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും ഒക്കെ ജനങ്ങളെ ബോധവൽക്കരിക്കണം. ഇത് ഇസ്ലാമിക നേർച്ചയല്ല, ഇസ്ലാമിൻ്റെ നേർച്ചയുടെ ശൈലി ഇങ്ങനെയല്ല നേർച്ച കഴിക്കേണ്ടത്. ആനകളെ കൊണ്ടുവരലും അതുപോലെ തന്നെ കരിമരുന്ന് പ്രയോഗം ഇസ്ലാമിൽ എവിടെയുമില്ല. ഒരു ഹദീസിലും ഒരു കിതാബിലും അത് രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ എന്തിൻ്റെ പേരിലാണ് ഇസ്ലാമിലില്ലാത്ത കാര്യങ്ങൾ, അനാചാരങ്ങൾ വെച്ച് കെട്ടുന്നത്? ഇത് അനിസ്ലാമികമായ കാര്യങ്ങളല്ലേ? മറ്റു മതങ്ങൾക്ക് ഒരു പക്ഷേ അത് അനുവദനീയമായിരിക്കാം. അത് അവർക്ക് നമ്മൾ വകവെച്ച് കൊടുക്കുക, അത് അവർക്ക് നമ്മൾ വിട്ടുകൊടുക്കുക എന്ന് കരുതി ഇസ്ലാമിലില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് മുസ്ലിങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വഹാബികളും മുജാഹിദുകളൊക്കെ ഈ ആദ്യ ക്ലിപ്പ് എടുത്തുകൊണ്ടല്ലേ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ ഒരുപാട് ആളുകൾ, അമുസ്ലിങ്ങൾ പോലും തെറ്റിദ്ധരിപ്പിക്കുന്നില്ല. ഇസ്ലാമിൽ ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് ഒരാൾ കടന്നു വരുമോ? പുതുതായി വരുന്ന ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആളുകളും പുതു ഇസ്ലാമികളൊക്കെ എന്താണ് തെറ്റിദ്ധരിക്കില്ല ഇസ്ലാമിനെക്കുറിച്ച്. ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിനത് കാരണക്കാരാവില്ല ചെയ്യുക. മൊത്തത്തിൽ ആഗോള തലത്തിൽ ഇസ്ലാം തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയല്ലേ? അപ്പോൾ ജനങ്ങളെ, നിങ്ങളോട് ഞാൻ പറയുകയാണ്, എൻ്റെ ഈ വോയിസ്, എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കണം, ഇസ്ലാമിൽ ഇങ്ങനത്തെ ആചാരമില്ല. അപ്പോൾ ഇങ്ങനത്തെ നേർച്ചകൾ നടത്തുന്ന കൊണ്ടോട്ടി, അതുപോലെ തന്നെ പട്ടാമ്പി, അതുപോലെ തന്നെ തിരൂർ പരിസരങ്ങളിലുള്ള ഇങ്ങനത്തെ നേർച്ചകളിൽ പങ്കെടുക്കുന്ന മുഅ്മിനീങ്ങൾ ദയവ് ചെയ്ത് ഈ കാര്യം കേട്ട് നിങ്ങളത് ഉൾക്കൊള്ളണം. ഇതിൻ്റെ ഗൗരവം നിങ്ങൾ മനസ്സിലാക്കണം. ആ മഹാന്മാരെ ഗുരുത്തക്കേടാണ് അവിടെ സംഭവിക്കുന്നത്. ആന ഇടുന്നതൊക്കെ വെറുതെ അല്ല, അതൊരു ഗുരുത്തക്കേടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഇനി എന്താ അഭിപ്രായപ്പെട്ടാലും വേണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതിലും വലിയത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് അത്തരം അനാചാരങ്ങളിൽ നിന്ന് വിട്ടുനിന്ന് അവിടെ ഇസ്ലാം നിർദ്ദേശിച്ച രീതിയിലുള്ള നേർച്ചകൾ നടത്തണം. മൗലിദ് പാരായണം, ഖത്മ് ദുആ, അതുപോലെ തന്നെ അന്നദാനം, ഇസ്ലാം നിർദ്ദേശിച്ച ശാന്തമായ നേർച്ചകളുണ്ട്, പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. അങ്ങനത്തെ നേർച്ചകൾ അവിടെ നിങ്ങൾ നടത്തിക്കൊള്ളി, അത് സുന്നത്തായ കാര്യം, അതിന് യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഇത്തരം അനാചാരങ്ങൾ അവിടെ നടത്തരുത്. ഇത് മുസ്ലിങ്ങളോ ഇസ്ലാമിക പണ്ഡിതന്മാരോ ആരും ഇതിന് ഉത്തരവാദികളല്ല. ഇത് ഇസ്ലാമിൽ ഇല്ലാത്ത നേർച്ചയാണ്. ഇസ്ലാമിൻ്റെ തലയിൽ ഇത് കെട്ടിവെക്കാൻ പാടില്ല എന്ന് മുസ്ലിങ്ങളോടും മറ്റു പൊതുജനങ്ങളോടും മറ്റു മതസ്ഥരോടും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. മുഅ്മിനീങ്ങളായി അള്ളാഹുവിനെയും റസൂലിനെയും ആഖിറത്തിൽ വിശ്വാസമുള്ള ആളുകൾ ഒരിക്കലും ഇത്തരം നേർച്ചകളിൽ മനസ്സാ വാച കർമ്മണ സഹകരിക്കരുതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. പണ്ഡിതന്മാരും ഉമറാക്കളും ഒക്കെ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടേയിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.